ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിതാ ഒരു ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഈ വട്ടം ഒറ്റയ്ക്കല്ല, മിസ്റ്റർ ആൻഡ് മിസ്സസ് ലൂക്ക എന്ന് ഞങ്ങൾ വിളിക്കുന്ന ന്യൂലി വെഡഡ് കപ്പിൾസ് ആണ് ഞങ്ങളോടൊപ്പം ഉള്ളത്. ഫസ്റ്റ് ഹണിമൂൺ ട്രിപ്പ് ഞങ്ങളോടൊപ്പം ആഘോഷിക്കാൻ ഭാഗ്യം ചെയ്തവരാണ് ഇവർ. ഞങ്ങൾക്കാണ് യുവിക്കുട്ടനെ നോക്കാൻ ആളുമായി, അവർക്കാണ് ഒരു എക്സ്പീരിയൻസുമായി. അംഗവും കാണാൻ താളി ഒടിക്കാം എന്ന് പറയുന്ന പോലെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് നിങ്ങൾ തമ്മിലിൽ കണ്ടു കാണുമല്ലോ. മൂന്നാർ എന്നുള്ള സ്ഥിരം പല്ലവി വിട്ടുപിടിച്ച് അവിടുന്ന് ഒരു 50-55 കിലോമീറ്റർ മാറിയുള്ള കാന്തല്ലൂരിലേക്കാണ് നമ്മുടെ യാത്ര. എനിക്ക് സത്യം പറഞ്ഞാൽ കാന്തല്ലൂരിനെ പറ്റി ഒരു ഐഡിയയും ഇല്ല. അബിയുടെ സജഷൻ ആണ്, എന്താകുമെന്ന് കണ്ടറിയാം. ദാ ഈ കാണുന്നതാണ് നേര്യമംഗലം ബ്രിഡ്ജ്. മൂന്നാർ പോകുമ്പോൾ പലരും കണ്ടിട്ടുണ്ടാവും. പോകും വഴി മുളയരി പായസത്തിന്റെ ബോർഡ് പലയിടങ്ങളിൽ കണ്ടു. പണ്ട് തൊട്ടേ എന്റെ ആഗ്രഹമാണ് ഇതൊന്ന് ട്രൈ ചെയ്യണമെന്ന്. ഈ ചേട്ടന്റെ കടയിൽ മുളയരി പായസം മാത്രമല്ല കേട്ടോ, വേറെ കുറെ ഫോറസ്റ്റ് പ്രോഡക്ട്സ് ഉണ്ട്. ഈ ചേട്ടൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഓരോ മുളയിൽ നിന്നും അരി കിട്ടുന്നത് 40 കൊല്ലം കൂടുമ്പോഴാണ്. അങ്ങനെ ഞങ്ങൾ മുളയരി പായസം ടേസ്റ്റ് ചെയ്തു. പായസം നല്ലതായി വെച്ചിട്ടുണ്ട്, പക്ഷെ മുളയരിക്ക് എന്തോ ഒരു ചവർപ്പ്. ഈ സാധനം ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഊതുമ്പോൾ പല കിളികളുടെ ശബ്ദം ഇത് ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ അതാ പച്ചപ്പും ഹരിതാപയും കോടമഞ്ഞും കുളിർ കാറ്റും. പിന്നെ ഒന്നും നോക്കിയില്ല, അവിടെ അങ്ങ് ചവിട്ടി. കാരണം വേറൊന്നുമല്ല, ഒരു വമ്പൻ ഫോട്ടോഷൂട്ടിനായിട്ടുള്ള എല്ലാ സെറ്റപ്പുമായാണ് ലൂക്ക ഫ്രം UK എത്തിയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം മൂന്നാർ കഴിഞ്ഞു. വഴിയിൽ കാണുന്ന പല നല്ല സ്പോട്ടുകളും തിരിച്ചു വരുമ്പോൾ കാണാമെന്നുള്ള വാഗ്ദാനവുമായാണ് അബി വണ്ടി വിടുന്നത്. എനിക്കതിലത്ര വിശ്വാസം പോരാ, എങ്കിലും നോ പ്രോബ്ലം. കാരണം ഇപ്പം കാന്തല്ലൂരാണ് എന്റെ ടാർഗറ്റ്. പിന്നെ നമ്മൾ മറയൂർ ചന്ദനക്കാടുകൾ വഴിയാണ് കേട്ടോ പോകുന്നത്. ദായി കാണുന്ന ഫോറസ്റ്റ് മുഴുവൻ ചന്ദനമാണ്. മറയൂർ ചന്ദനമെന്നും മറയൂർ ശർക്കര എന്നും എല്ലാരും കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ ഏകദേശം ഉച്ച കഴിഞ്ഞു, പക്ഷെ നമ്മളൊന്നും കഴിച്ചിട്ടില്ല ഇതുവരെ. വേറെ ഹോട്ടലൊന്നും ഇല്ലായിരുന്നുകൊണ്ട് ഞങ്ങൾക്കൊരു പറ്റി. ദാ ഈ വീട്ടിലൂണി കയറി ഊണ് കഴിച്ചു, അത്ര തന്നെ. ഒരു ഒതന്റിക് വീട്ടിലൂണ് എന്ന പ്രതീക്ഷയ്ക്ക് വിപരീതമായി ഫുഡ് അത്യാവശ്യം നല്ല ബോറായിരുന്നു. പക്ഷെ ഞങ്ങൾ കഴിച്ചോണ്ടിരുന്നപ്പോ യുവിക്കുട്ടനെ എടുത്ത് സഹായിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പോകും വഴി പിന്നെയും കുറെ ചന്ദനക്കാടുകൾ ഞങ്ങൾ കണ്ടു. ഓരോ കിലോമീറ്റർ കഴിയും തോറും ആ എയറിന്റെ ഫ്രഷ്നെസ് കൂടി വന്നു. എന്റെ അമ്മയെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കാലാവസ്ഥ കംപ്ലീറ്റ് മാറി. റോഡ് ഫുള്ള് കോട നിറഞ്ഞിട്ട് ഒന്നും കാണാൻ വയ്യാത്ത അവസ്ഥ. നമ്മൾ സ്വപ്നത്തിലൊക്കെ കാണുന്ന സ്വർഗ കവാടം പോലെ ഉണ്ടായിരുന്നു. മറയൂരിൽ നിന്ന് കാന്തല്ലൂരിലേക്കുള്ള റോഡ് കുറച്ച് മോശമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള സ്കോഡ പോലും 2-3 വട്ടം അടിതട്ടി. ചെറുക്കൻ ഞങ്ങളെ മാത്രമല്ലല്ലോ, ലഗേജും കൂടിയല്ലേ വലിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഓരോ റോഡും കണ്ടിട്ട് കാർ മുന്നോട്ടെടുക്കാൻ പേടി തോന്നി. ഇതേ കണ്ടില്ലേ ലൂക്ക സകല ദൈവങ്ങളെയും വിളിച്ചോണ്ട് ഓടിക്കുന്നത്. ഈശ്വര, മറയൂരിൽ നിന്ന് ഞാൻ ഓടിക്കാമെന്നും പറഞ്ഞ് അടി ഉണ്ടാക്കിയതാ. അത് സമ്മതിക്കാതിരുന്ന അബിക്ക് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ. ഹോളിഡേ ആയിരുന്നത് കൊണ്ട് അത്യാവശ്യം നല്ല ട്രാഫിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ കാടും മേടും താണ്ടി ഞങ്ങൾ ഇതാ ഞങ്ങളുടെ വസതിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഗാർഡീനിയ എന്നാണ് ഈ റിസോർട്ടിന്റെ പേര്. ഇവിടെ പ്രീമിയം, ഡിലക്സ് ആൻഡ് സ്റ്റാൻഡേർഡ് കോട്ടേജസ് ആണുള്ളത്. ഇവിടെയും ഞങ്ങൾക്കൊരു പറ്റി, അത് പിന്നീട് പറയാം. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ നോക്കിക്കേ, എന്താ അല്ലേ. ഈ പ്രകൃതി ഭംഗി കാണുമ്പോൾ എനിക്ക് ചങ്ങമ്പുഴയുടെ മനസ്വിനി ഓർമ്മ വരുന്നു. അദ്ദേഹം പ്രകൃതി ഒരു അതീവ സുന്ദരിയോട് ഉപമിച്ചതുപോലെ എനിക്കും ഉപമിക്കാനൊക്കെ തോന്നി. പക്ഷെ എനിക്ക് പറയാനല്ലേ അറിയൂ, ചെയ്യാനറിയില്ലല്ലോ. അതുകൊണ്ട് തൽക്കാലം വേണ്ടെന്ന് വെച്ചു. ഞാൻ ഈ റിസോർട്ടിന്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ ഒന്ന് കാണിച്ചു തരാം. എന്തോരം വൈബ്രന്റ് കളേഴ്സ് ഉള്ള പൂക്കളാ. നമ്മുടെ ഇവിടെയൊക്കെ എന്താണോ ഇങ്ങനെ പിടിക്കാത്തത്. എന്തായാലും ഒരു ഇംപ്രസീവ് ക്ലൈമറ്റ് തന്നെ. ഇവിടുത്തെ ക്ലൈമറ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ആവും. കാരണം നമ്മൾ കേരള തമിഴ്നാട് ബോർഡറാണ്. ഇവിടുന്ന് തമിഴ്നാട് ഒരു ജസ്റ്റ് 60 കിലോമീറ്റേഴ്സ് ഉള്ളൂ. സോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യും. അറൗണ്ട് നമ്മളൊരു 5500 ഫീറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സോ ക്ലൈമറ്റ് എപ്പോഴും വേരിയബിൾ ആയിരിക്കും. കേട്ടല്ലോ, 5500 ഫീറ്റ് ഹൈറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതായത് ഒരു 1.5 കിലോമീറ്റർ. ബൈ ദ വേ, ഇതാണ് നമ്മുടെ കോട്ടേജസ്. ഒരു പറ്റി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതിനെപ്പറ്റി പറയാം. നമ്മൾ എടുത്തത് ഡീലക്സ് കോട്ടേജസ് ആണ്. ഐസൊലേറ്റഡ് ആയിട്ട് നല്ല ഹൈറ്റിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്തത്. പക്ഷെ ബേസിക് റൂംസിൽ വരുന്ന വ്യൂ ഇവിടെ ഇല്ല. ഇത് നേരത്തെ അറിഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അഫോർഡബിൾ ആയി സ്റ്റേ ചെയ്യാമായിരുന്നു. ചെന്നപ്പോൾ തന്നെ യുവിക്കുട്ടിനെ നല്ല വാം ആക്കി കംഫർട്ട് ചെയ്തു. പിന്നീട് കുറച്ച് റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഡിന്നറിനായി റെസ്റ്റോറന്റിലേക്ക് പോയി. നേരത്തെ തന്നെ പ്രീ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡ് വലിയ തരക്കേടില്ലായിരുന്നു എന്ന് മാത്രം, വലിയ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട. ഡിന്നർ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നൊന്ന് ചില്ല് ചെയ്തിട്ട് ഒരു 10-10:30 ഉറങ്ങാൻ കിടന്നു. നാളത്തെ ഐറ്റിനറി ഒക്കെ ഓൾറെഡി പ്രിപ്പയർഡ് ആണ് കേട്ടോ. നാളെ കാലത്ത് 10 മണിക്ക് ജീപ്പ് വരും മക്കളെ. എന്തിനാണെന്നോ, ജീപ്പ് സഫാരി ത്രൂ ഇന്നർ ബ്യൂട്ടി ഓഫ് കാന്തല്ലൂർ. ടടാ! ഞങ്ങൾ രാവിലെ ഒരു 7 മണിയോടെ ഉണർന്നു. അഭിരാം ശേഖർ ചായയൊക്കെ ഇട്ടിരുന്ന കണ്ടില്ലേ, സോ സ്വീറ്റ്. ഇങ്ങനെ എന്ത് ഇട്ട് തന്നായിരുന്നെങ്കിൽ എന്ത് നല്ലായിരുന്നു. എന്റെ മെറ്റേണിറ്റി ലീവ് തീരുന്നതിന് മുന്നേ ഉള്ള അവസാനത്തെ ട്രിപ്പാണിത്. അതിന്റെ ഒരു സങ്കടമുണ്ട് കേട്ടോ. ഇത് കണ്ട ഒരു പെൻഗ്വിൻ കുഞ്ഞിനെ കണ്ടിട്ട് അന്റാർട്ടിക്കയെ കൊണ്ടുവിടാൻ തോന്നുന്നു. ആക്ച്വലി സ്പീക്കിംഗ്, ഫോർ ഈച്ച് ട്രിപ്പ് ഐ എം ഗ്രേറ്റ്ഫുൾ ടു മൈ ബേബി. യുവി വളർന്നു കഴിഞ്ഞ് ഇതുപോലെ തന്നെ ആയിരിക്കുമോ എന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് ബിക്കോസ് ഇറ്റ്സ് ബെറ്റർ
ബെറ്റർ ടു നോട്ട് എക്സ്പെക്ട് എനിത്തിങ് ഇൻ ലൈഫ്. ഞങ്ങൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് കേട്ടോ. ഓഫ് കോഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. ഇവിടെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇൻ റൂം ഡൈനിങ് ഇല്ല, നമ്മൾ റെസ്റ്റോറൻറ്റിൽ തന്നെ പോയി കഴിക്കണം. ഞാൻ പറഞ്ഞത് ഡിന്നറിന്റെ കാര്യം കേട്ടോ. പിന്നെ റൂമിലാണെങ്കിലും വൈഫൈ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ പ്രോപ്പർട്ടി ആണെങ്കിലും സ്റ്റിൽ കൺസ്ട്രക്ഷനിലാണ്. അപ്പൊ അതിന്റെ ഒരു ബഫർ പീരീഡ് നമുക്ക് ഇവർക്ക് കൊടുക്കാം. ബട്ട് ഓൾ ടുഗെദർ എവറിത്തിങ് ഇസ് കൂൾ. ബ്രേക്ക്ഫാസ്റ്റ് അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ. ഇത് മിസ്സസ് ലൂക്കയുടെ പ്ലേറ്റ് ആണ്. മിസ്സസ് ലൂക്ക ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു ബ്രിട്ടീഷ് ക്രം ട്രഡീഷണൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. യുവിക്കുട്ടൻ ഇവിടെ ആസ് യൂഷ്വൽ വളരെ കോപ്പറേറ്റിംഗ് ആയിരുന്നു. എനിക്കിതിൽ ഇഡലിയും സാമ്പാറുമാണ് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത്. യുവിക്കുട്ടൻ ഒരു ഫ്രണ്ടിനെയും കിട്ടി കേട്ടോ, റിതന്യ. ഫുഡ് കഴിച്ചിറങ്ങിയപ്പോൾ ഞങ്ങൾക്കൊരാഗ്രഹം ആ സ്റ്റാൻഡേർഡ് റൂമിന്റെ വ്യൂ ഒന്ന് കണ്ടാലോ എന്ന്. വെല്ലോരുടെ റൂമിന്റെ ബാൽക്കണി പോയി നിന്ന് നോക്കി അടി കിട്ടുമെന്ന് അപ്പി പറഞ്ഞെങ്കിലും ലൂക്കയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ വ്യൂ കാണാൻ പോയി. പറ്റിയത് വലിയ പറ്റി തന്നെയാണെന്ന് ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്തു. എന്റെ അമ്മയെ എന്തായിരുന്നു അവിടെ നിന്നുള്ള ഒരു വ്യൂ, കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. റിസ്ക് എടുത്ത് പോയത് വെറുതെ ആയില്ല. പിന്നെ ഭാഗ്യത്തിന് ആരും കാണാതെ തിരിച്ചിറങ്ങി. ഇപ്പൊ ഏകദേശം സമയം 9-9:15 10 മണിക്കാണ് ജീപ്പ് സഫാരി പറഞ്ഞിരിക്കുന്നത്. ഞാനും അബിയും യുവിക്കുട്ടിനും റെഡിയാണ്. ഇനി ഹണിമൂൺ ദമ്പതികളാണ് ഒരുങ്ങേണ്ടത്. ഹണിമൂൺ ആസ്വദിക്കാൻ വന്നവർക്ക് $80 കൊടുത്തു വിട്ട ഇങ്ങനെയല്ലേ നമുക്ക് അവർക്കൊരു എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുന്നേ. ആ ഒരു എക്സ്പീരിയൻസ് ജന്മത്ത് മറക്കത്തില്ല. പ്രകൃതി വിരുദ്ധത ഗൈസ്, ദിസ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ ഗൈസ്. ഇവിടെ പ്രകൃതി വിരുദ്ധത കാണിച്ചുകൊണ്ടിരിക്കുന്നത് അഭിരാം, ശേഖർ ആൻഡ് ലൂക്ക എല്ലാം പറയുന്നത്. എന്ന് പറഞ്ഞാല് ഡ്രോപ്പിംഗ് പ്ലാസ്റ്റിക് ബാഗ്സ് ഇൻ എൻവയോൺമെന്റ്. അത് എനിക്ക് അവിടെ നിന്ന് കിട്ടി. ചെറുക്കൻ, ഈ ചെറുക്കൻ എന്റെ പാവം പിടിച്ച ചെറുക്കൻ. ഈ ചെറുക്കൻ എന്തുവാ ഇതിന്റെ കൈ തിന്നുന്നു? ഇതെന്ത് സംഭവം കാണിക്കുന്നത്? പാവങ്ങള് കാറിൽ നിന്ന് ലഗേജ് എടുത്തപ്പോ അവിടെങ്ങാണ്ട് വീണു പോയതാ. ഞാനത് പറഞ്ഞ് പ്രകൃതി വിരുദ്ധതയാക്കി. CD മുസയിൽ ജഗതി പറയുന്നത് പോലെ അത് ഞാൻ ഉദ്ദേശിച്ച സാധനം അല്ലല്ലേ. എന്തേലും ആട്ടെ, ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞങ്ങളിതാ ജീപ്പ് സഫാരിക്ക് വേണ്ടി റെഡി ആയിട്ട് ഇറങ്ങി കേട്ടോ. ഊട്ടിയില്ലേ അവിടുത്തെ പിള്ളേരെ പോലെ ഉണ്ട് ലൂക്ക. ശരിയാ. എവിടെ പോവായി കുട്ടി മഞ്ഞ തൊപ്പിയൊക്കെ വെച്ച്? ജീപ്പ് സഫാരിക്ക് പോകുന്ന ഏറ്റവും പ്രായം എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നും എന്റെ ഇത്രയും പ്രായത്തിലൊക്കെ ജീപ്പ് സഫാരിക്ക് പോയിട്ടില്ല. നമ്മുടെ ജീപ്പ് ഇതുവരെ എത്തിയിട്ടില്ല, നമ്മൾ വെയിറ്റിംഗിലാണ്. ഇവിടെ വരുന്ന എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്നതാന്ന് തോന്നുന്നു ഒരു ജീപ്പ് സഫാരി. ഇവിടെ വല്ലാത്ത ഒരു ടെറൈനാണ്. ജീപ്പ് ഉണ്ടെങ്കിൽ മാത്രം ജീവിച്ചു പോകുന്ന ഒരവസ്ഥ. ഇതാണ് റിസപ്ഷനിസ്റ്റ്. നല്ല റിസപ്ഷനിസ്റ്റ്, നല്ല ഒരു വേഷമൊക്കെ നല്ല രസമായിട്ടുണ്ട്. ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ജീപ്പ് സഫാരിയുടെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ഇറ്റ് വിൽ ബി വർത്ത് ഇറ്റ്. പ്ലീസ് ടു വാച്ച് ഇറ്റ്. അൺടിൽ ദെൻ, പ്ലൻസ് അഫെയർസ് സൈനിങ് ഓഫ്.